ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഗ്രേറ്റ് പത്മരാജൻ സാറിനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പുള്ളിയുടെ അല്ലെങ്കിൽ ആ സാറിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടർ കളറിംഗ് ആണ് ചെയ്യുന്നത്. ഇത് പ്രാക്ടീസിങ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുപോയി പ്രാക്ടീസിങ്. നമ്മൾ പ്രാക്ടീസിങ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. വി ഷുഡ് ഓൾവേസ് പ്രാക്ടീസ്. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അത് സ്മാർട്ടാവാൻ വേണ്ടിയും സ്മാർട്ട് മൂവ് ആവാൻ വേണ്ടിയും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി അതിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയും പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഒരു വേർഡ് എടുത്തിരിക്കുന്നത് ഫുൾഫില്ലിങ് എന്നുള്ള വേർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് ഫുൾഫില്ലിങ് എന്നുള്ള വാക്ക് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് എപ്പോഴും നിറഞ്ഞിരിക്കുക എന്നുള്ള നമ്മൾ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ എത്ര മോശമായ സർക്കംസ്റ്റാൻസ് ആണെങ്കിൽ പോലും നമ്മളതിൽ ഇങ്ങനെ പതറാതെ പേടിക്കാതെ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഫുൾഫില്ലിങ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ഫുൾഫിൽമെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഏത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഡ്രീംസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗോള് അച്ചീവ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭയങ്കര ഫുൾഫില്ലിങ് ഉള്ള നമ്മളെല്ലാം നേടി എന്നുള്ള ഒരു ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കവറായി എന്നുള്ള ഒരു ഫീൽ നമുക്ക് വരാം. ഇല്ലെങ്കിൽ പഠിക്കുമ്പോൾ നല്ല ഹൈ റാങ്ക് ഹോൾഡറായി മാറിക്കഴിഞ്ഞാൽ വരാം. അപ്പോൾ ഏത് ഫീൽഡിലായാലും ഏത് സിറ്റുവേഷനിലും നമുക്ക് നിറയാൻ അല്ലെങ്കിൽ തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വേർഡ് ചിലവർക്കൊന്നും അതിൻ്റെ ആ ഒരു ഇത് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് എത്ര ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വേർഡാണത്. കാരണം ഇത് കൂടുതൽ അറിയുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാനാണോ, അതായത് ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്ന് ഭയങ്കര ഒരു ഡൗൺസിലേക്ക് പോയി പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ ഫുൾഫിൽനെസ് എന്നുള്ള സംഭവം ആ പുള്ളിക്കറിയാം ലൈഫ് ഇത്രയേ ഉള്ളൂ, ഇതാണ് ലൈഫ്, നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഇങ്ങനെയാണ് ലൈഫ് പോവുക എന്നുള്ള ഒരു ഐഡിയ അവരുടെ ഉള്ളിൽ ഫിക്സ് ആവും. മേ ബി ഒരു ഡിപ്രഷൻ ബാധിച്ച് ഭയങ്കര ഡൗണായ ഒരു വ്യക്തിക്ക് മനസ്സിലാവും. റിക്കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് എത്ര ഹാപ്പിനെസ് വന്നാലും ആ പുള്ളിക്ക് ഒരു സ്റ്റേബിൾ പോലെ നിൽക്കും, ഒരു ബാലൻസ് ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അവരുടെ ഹാപ്പിനെസ് ആയാലും സാഡായാലും ഇല്ലെങ്കിൽ അവർ എന്താ പറയുക അവർക്ക് ഭയങ്കര ഡിപ്രഷൻ പിന്നെയും ഭയങ്കര ഒരു മോശമായ സമയം വന്നാലും അവർ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. അവർ ഫ്ലോട്ടിങ് മൈൻഡ് പോലെ വരും അവർക്ക്, എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് സന്തോഷം വന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആവുകയില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം വന്നാലും നമ്മളത് ഒരു പരിധി കൂടെ നമ്മളത് ഡൗണായി പോവുകയില്ല. ഒരു ബാലൻസ്ഡ് പോലെ ഒരു ലൈനിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഗോള് ഇല്ലെങ്കിൽ നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഓടുന്നത്. അത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഇതിലായിരിക്കും എപ്പോഴും ആൾക്കാർ അത് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു അതിന് പുറകെ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഒരു പടി സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡോ ഹാപ്പിനെസ് ആവുന്നില്ല, ഒരു ഫ്ലോട്ടിങ് മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ മറിച്ച് ഒരു ഡൗൺസ് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഭയങ്കരമാണ് ആകെ നമ്മളങ്ങോട്ട് തളർന്നു പോകണില്ല. ഒരു ഫ്ലോട്ടിങ്ങിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്തിനും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ചെറിയ താഴ്ച വന്നെങ്കിൽ ഒരു ഹൈറ്റ്സ് അല്ലെങ്കിൽ ഒരു കയറ്റം നമ്മൾ കയറുന്ന 100% വിശ്വസിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡായിട്ടാണ് അവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത്.
അതായത് നമുക്ക് ഇപ്പോൾ ലാഭം വന്നാലും നഷ്ടം വന്നാലും അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറവുകൾ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അതിൻ്റെ അത് തിരുത്തിയിട്ട് അത് പിന്നെ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കാശുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സമാധാനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാശുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സമാധാനവും കാശുണ്ടെന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ആ പുള്ളിയുടെ ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. അതുകൊണ്ട് ഞാൻ പറയണത് എപ്പോഴും നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ് എല്ലാം അത് ഒരു ഫ്ലോട്ടിങ്ങിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയേക്കണം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. കാരണം നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. നമ്മൾ ആ ലൈഫ് സ്പാൻ കടന്നു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും മണ്ണോട് ചേരും. ഇല്ലെങ്കിൽ നമ്മൾ മൺമറഞ്ഞ് പോകും എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. എനിക്ക് തോന്നിയേക്കണത് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഫുൾഫില്ലിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിങ് മൂഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഡിപ്രഷൻ ഇല്ലെങ്കിൽ അതേപോലെ എന്താ പറയുക, നമുക്ക് ഈ ടോക്സിക്കായ ആൾക്കാരുടെ ഒരു പ്രസൻസ് വന്നാൽ പോലും നമുക്ക് അത് നമ്മളിലേക്ക് ഏൽക്കില്ല. നമ്മളത് നമ്മൾ തട്ടി തെറിച്ചു പോകാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയുന്നത് സ്ട്രെസ്സും ഡിപ്രഷനുമാണ് എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത്. അത് നമ്മളെ ഒരിക്കലും ഏൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ നമ്മൾ എന്താ പറയുക ഹാപ്പിനെസ് ആവുകയില്ല, സാഡ് ആകുകയില്ല. ആ ഒരൊറ്റ ഈ കാരണം കൊണ്ട് നമുക്ക് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, നമുക്ക് ഒരേ ഫ്ലോട്ടിങ് ഇതായിട്ട് നിൽക്കും. നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അതിന് സമയമില്ല. നമ്മൾ എന്താ പറയുക, അതിനെക്കുറിച്ച് നെഗറ്റീവ് തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തട്ടി മാറ്റുന്നതാണ്. അത് അധികം കൂടെ അതിലേക്ക് പോകുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കുമ്പോൾ ഒരു 10 പേരെ നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മളൊരു ഇതായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും 10 പേര് നമ്മുടെ നിന്ന് സാധനം വാങ്ങണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മാക്സിമം 1-2 പേര്. അപ്പോൾ ഈ ആദ്യത്തെ 8 പേര് നമ്മുടെ അടുത്ത് ഒരു നോ പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ 9-ാമത്തെ 10-ാമത്തെ ആളായിരിക്കും ഒരു എസ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പം അതുവരെ നമുക്ക് നമ്മുടെ മൈൻഡ് ഒരേ ലെവലിൽ തന്നെ പോകും. ഇല്ലെങ്കിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ 5 പേരെ കണ്ട് 5 പേരും നമുക്കൊരു വർക്ക് തന്നില്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് അല്ലെങ്കിൽ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജി നമുക്കില്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ടയർഡായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ അപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചാലും ഹാപ്പി, ഇനിയിപ്പോൾ അത് വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ അടുത്ത ഒരാളെ കാണാൻ നമ്മൾ വില്ലിങ് ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഈ മാർക്കറ്റിങ്ങിലൊക്കെ നടന്നതായിരുന്നു കുറേ നാൾ മുമ്പേ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയ കാര്യങ്ങളാണ്. കുറേ പേരെ കണ്ടു കഴിയുമ്പോഴും നമ്മൾ ആകെ ഡെസ്പായി പോകും. അപ്പോൾ അത് ഡെസ്പാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ലൈഫിലിങ്ങനെ കുറേ മുഖങ്ങളിങ്ങനെ കടന്നു പോകും. നമുക്ക് വേണ്ട ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്കിതെങ്ങനെ സെറ്റാക്കുക, നമ്മുടെ ഉള്ളിൽ എങ്ങനെ നമ്മൾ ആ ഒരു ലെവലിൽ കൊണ്ടുവരിക എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്ന 2-3 കാര്യങ്ങളാണ്. ഞാൻ കുറേ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ട്രാവൽ ചെയ്ത ആളാണ്. ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിട്ടല്ല, ജോലി സംബന്ധമായ രീതിയിലാണ് ഞാൻ ട്രാവൽ ചെയ്യണത്. ഇപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ ആണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ വർക്ക് വേറെ എവിടെയെങ്കിലും. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ അപ്പോൾ കുറേ വ്യക്തികളെ പരിചയപ്പെടും, കുറേ സ്ഥലങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, നമ്മൾ കുറേ കാഴ്ചകൾ കാണും. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണും, ആൾക്കാർ ജോലിക്ക് പോകുന്ന കാണും. പിന്നെ അതുകൂടാതെ നമ്മൾ എന്താ പറയുക, ആക്സിഡൻറ്റുകൾ കാണും, അല്ലെങ്കിൽ എന്താ പറയുക വഴക്ക് കാണും. അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നതാണ്. ഒരു ഇതല്ല, നമ്മളിങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അയാളെ കാണുന്നില്ല. ഒരു സംഭവം കണ്ട് പിന്നീട് നമ്മൾ അയാളെ കാണുന്നില്ല, നമ്മൾ അടുത്ത ആളിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്
ട്രാവലിംഗ് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിരിക്കണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോശം അന്നത്തെ ദിവസം ഒരു മോശമായ സംഭവം നടന്ന്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് നടന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് പോലെ ഒരു സംഭവം നടന്ന്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നാണ്. അത് എഴുതി വയ്ക്കുമ്പോൾ അത് ടോപ്പ് ലെവൽ ഹാപ്പിനെസ് ആയിരിക്കാം നമ്മുടെ, അല്ലെങ്കിൽ ഒരിക്കലും ഇതുവരെയും കിട്ടാത്തൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു വിഷമോ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി നമ്മളിതിൽ ഫുൾഫില്ലിംഗ് എന്നുള്ള വാക്കിലേക്ക് നമ്മൾ കയറുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷമങ്ങൾ കുറേ അനുഭവിച്ചവർക്കും അവർക്കൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഇത്രയേ ഉള്ളൂ, ഇതാണ് ലൈഫ്, ഇതിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്നുള്ള ഒരു ഇത് വരും, ഒരു ഫ്ലോട്ടിങ് പോലെ പോകും. അപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കും നമുക്ക്, എനിക്ക് തോന്നുന്നത്. ഞാനിത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് കേട്ടോ, എനിക്ക് തോന്നുന്നത് ശരി ഇതാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ ഹാർഡ് വർക്കിംഗ് തന്നെ ചെയ്യണം, സ്മാർട്ട് വർക്കിംഗ് ആണ് സ്മാർട്ട് വർക്കിംഗ് തന്നെ ചെയ്യണം, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരേ ഒരു അങ്ങാടും ഇങ്ങാടും മാറി പോകരുതെന്നുള്ള ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നമ്മളുടെ ഡ്യൂട്ടി, നമ്മളെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാനെങ്കിൽ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുക, നാളെ മറ്റന്നാൾ നമ്മൾ അവസാനം വരെ വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ വരച്ച് നാളെ മറ്റന്നാൾ നിർത്തുക എന്നുള്ളതല്ല, നമ്മൾ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി നിർത്തുക എന്നുള്ളത്, നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് വന്നാലും ഭയങ്കര സാഡായാലും ഒരേ ഒരു ഫ്ലോയിൽ തന്നെ നമ്മളെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കണം, നമ്മുടെ എയിം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാനുള്ളത്. നമ്മുടെ പത്മനാഭൻ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാനുള്ളൂ. ഞാൻ ഈ സാറിൻ്റെ ഒട്ടുമിക്ക പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ പടങ്ങളാണ്. ഇതിപ്പോൾ ഈ പടങ്ങൾ ഈ സാറിൻ്റെ പടങ്ങൾ ആരും കാണാത്തുണ്ടെങ്കിൽ കാണുക. ഒരു സ്ലോ മെലഡി പോലത്തെ ഒരു പടമാണ് മിക്ക പടങ്ങളും. സൈലൻ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏകദേശം പിക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഔട്ട് സൈഡ് കുറച്ച് ഒരു ഷെയ്ഡ് കൊടുക്കണം. ഈ ഫുൾഫില്ലിംഗ് എന്നുള്ള വാക്കിന് ഒരു സിമിലർ ആയിട്ടുള്ളത് സക്സീഡ് ആകുക എന്നല്ലെങ്കിൽ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ്. മേ ബി ഓക്കെ, നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, ബൈ. ലൈഫ് സിമ്പിളായിട്ട് എടുക്കുക, എല്ലാം നല്ലത് വന്ന് ചേരട്ടെ എന്ന് ആശംസിക്കുന്നു.